ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് സൺഡേയിൽ ഞങ്ങൾ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാതും കൂടി ഒരുമിച്ചിട്ട് അത്ര ശരിയാവില്ല, വീഡിയോ ലെങ്തി ആയി പോയി. 25 മിനിറ്റൊക്കെ കണ്ടിരിക്കാൻ ബോറടി ആവില്ലേ, അത് കാരണം അത് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നേന്ത്രവാഴയുടെ വാഴകളൊപ്പം വെക്കില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ പറഞ്ഞു നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് കിട്ടുന്നതൊക്കെ നേന്ത്രവാഴയാണെന്ന്. ശരിക്കും പാളംകുടം വാഴയുടെ വാഴക്കുടപ്പനാണ് കേട്ടോ വയ്ക്കുക, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതും വെക്കാം, കുഴപ്പമില്ല കേട്ടോ, അത്ര ടേസ്റ്റ് അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് ഒടിച്ചെടുത്തു, കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വന്നേ പിന്നെ വാഴക്കല്ല മാത്രം കറി വെച്ച് കൂട്ടിയിട്ടില്ല കേട്ടോ, ഉപ്പേരിയൊന്നും വെച്ചിട്ടില്ല. വാഴക്കല്ല ഇപ്പോഴും നമ്മൾ വാഴക്കല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വാഴക്കന്നില്ലേ, അത് കൂട്ടാൻ വയ്ക്കും. അപ്പോൾ നേന്ത്രവാഴയുടെ മാത്രമാണ് വയ്ക്കുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നേന്ത്രവാഴ ആദ്യമായിട്ടല്ലേ കുലച്ചിട്ടുള്ളൂ. ഇതിൽ മുന്നേ പാളംകുടം വാഴകളായിരുന്നു കേട്ടോ. ഇനി റോബസ്റ്റ് പൂവനൊക്കെ വെക്കണം പതുക്കെ. അപ്പോൾ പിന്നെ അത് വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടോളം ചേട്ടൻ പറഞ്ഞു അത് മാത്രം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നേന്ത്രവാഴയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ പ്രഷർ ചീര എന്ന് പറയില്ലേ, ആ വേലിച്ചീര, ഇതിൻ്റെ ഇല കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പരിപ്പും ചീരയിലും കൂടി നാളെ കറി വയ്ക്കാം, വാഴക്കുടപ്പം തോരനും വെക്കാമല്ലോ. അങ്ങനെ അപ്പോൾ നാളത്തേക്കുള്ള കറി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ ആദ്യം ഞാനിത് പൊടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ തണ്ട് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ പൊടിക്കണമൊന്നുമില്ല, അങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ ശരിക്കും ഒടിച്ചെടുക്കുമ്പോഴാണ് പൊടിച്ച് വേറെ കമ്പ് മുളച്ച് ഇലകൾ ഉണ്ടാവണുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഒടിച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാതും. പിന്നെ ആ തേനീച്ചേര കൂടിൻ്റെ പിന്നിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് അങ്ങോട്ട് പോകാൻ പേടി. എന്താ പറയുക, 2 ദിവസം മുന്നേ എൻ്റെ ചുണ്ടും തേനീച്ചേര കുത്ത് കിട്ടി. ചുണ്ടൊക്കെ വീർത്ത് അങ്ങനെ 2 ദിവസമൊക്കെ നടന്നു. അപ്പോൾ എനിക്ക് ഇത്തിരി ഭയങ്കര പേടി തോന്നുന്നു കേട്ടോ. വലിയ പേടിയൊന്നും അങ്ങനെ എല്ലാ കാര്യത്തിലുള്ള ആളല്ല, പക്ഷേ ഇപ്പോൾ കുത്ത് കിട്ടുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ല. അപ്പോൾ ചേട്ട ഓടിച്ച് തരാമെന്ന് പറഞ്ഞ് ബാക്കിലത്തെയൊക്കെ ചേട്ട ഓടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേനീച്ചേനെ കുറച്ച് കളിക്കാൻ പറ്റാവോ അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയില്ലേ, ഇപ്പോൾ നല്ല വേനൽക്കാലമായി. ഇപ്പോൾ കുറച്ചൊക്കെ ഉണങ്ങിയ പട്ടകളൊക്കെ ഉണ്ട്, എന്നാലും കാണാനായിട്ട് ഇന്ന് നല്ല ഭംഗി തോന്നിയിട്ടാണ് ഞാനിങ്ങനെ ക്യാമറ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ച് പപ്പ ഒന്ന് ഷൂട്ട് ചെയ്താണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗത്തെ പുല്ലൊന്ന് പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നന്നായിട്ട് പുല്ലുണ്ട്. എന്നും ഞാൻ മൊത്തത്തിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് പറമ്പ് മൊത്തം ക്ലീനാക്കലാണ് എല്ലാ പ്രാവശ്യം ചെയ്യാറ്. ഇന്ന് പക്ഷേ ഞാൻ വിചാരിച്ചു അങ്ങനെ ക്ലീനാക്കുമ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ് അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ വൃത്തിയാക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ ഒരേ ഭാഗം ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിലെ ജോലികളും അകത്തെ ജോലികളും അതേപോലെ തന്നെ എഡിറ്റിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വല്ലാണ്ട് തളരണം കേട്ടോ. അപ്പോൾ പിന്നെ സൺഡേയിൽ പിന്നെ തിങ്കളാഴ്ച ദിവസം തീരെ വയ്യാണ്ടാവുന്ന ഒരവസ്ഥ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇന്ന് ആ ഒരു ഭാഗത്തെ മാത്രം പുല്ല് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് പുല്ല് പറിക്കുകയാണ്. ചേട്ടൻ നനയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച മാത്രമാണ് നനയ്ക്കുമ്പോൾ നന്നായിട്ടൊന്നും നനയ്ക്കാൻ പറ്റുന്നത്, അല്ലാത്ത ദിവസങ്ങളിലൊന്നും അങ്ങനെ പറ്റണില്ല, സമയം കിട്ടണില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചെടികളൊക്കെ മുളയ്ക്കാണ്ട് അങ്ങനെ വിത്തൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നശിച്ചു പോയി എന്ന് വിചാരിച്ചത് ചെടികളൊക്കെയാണ് കുറേ മുളച്ചേക്കുന്നത്. ഇതൊക്കെ കണ്ടോ, ഫ്ലവർ ഷോയിൽ വരെ ഈ ചെടികളുണ്ട് കേട്ടോ. വേറെ ഏതൊരു കുട്ടി വ്ളോഗ് ഇട്ടപ്പോൾ കണ്ടതാണ്, ഞാൻ കാണാൻ പോയിട്ടൊന്നുമില്ല ഫ്ലവർ ഷോ. അങ്ങനെ നിറയെ അങ്ങനെ നിൽക്കുന്നതായിട്ട് കേട്ടോ, പലതരം കളറായിട്ട്. പിന്നെ ഇത് വേറൊരു കളറാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്, പക്ഷെ വിരിഞ്ഞിട്ട് കാണാനില്ല. ചെടിയൊക്കെ വലുതായിട്ടുണ്ട്, മണ്ണൊന്നും ഇല്ല അതിൻ്റെ കടക്കേ. ചേട്ടൻ മണ്ണിടാന്നൊക്കെ പറഞ്ഞു. ഇതൊരു മെറൂൺ കളറാണ്. ഇത് വിരിഞ്ഞത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേക്കും വിരിഞ്ഞ് അത് 5 മണി ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ, അത് കാരണം അത് ഇതായിപ്പോയി, വാടിപ്പോയി, കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ഭാഗം പുല്ല് പറിച്ചപ്പോഴേക്കും ഇത്രയ്ക്ക് അധികം പുല്ലായിട്ടാണ് വെച്ചാൽ അത്ര കട്ടക്കൂട്ടായിട്ടാണ് പുല്ല്. പിന്നെ കടിച്ച് പിടിച്ചിരിക്കുന്ന പുല്ലുകളാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറയും മരുന്നടിക്കാന്ന്. മരുന്നടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീരകളൊക്കെ നമുക്ക് ഇതേപോലെ കറി വയ്ക്കാൻ കിട്ടില്ലല്ലോ. ചീരയായാലും പയറായാലും നമ്മൾ നട്ടില്ലെങ്കിലും പിറ്റേ വർഷത്തേക്ക് തന്നെ മുളയ്ക്കുന്നുണ്ട് കേട്ടോ. ചീര നമ്മൾക്ക് ഇപ്രാവശ്യം അത്രയ്ക്കാണ് നന്നായില്ല കേട്ടോ. വെച്ചാൽ എല്ലാം മുളച്ചത് നമ്മുടെ അടുപ്പിൻ്റെ ഭാഗത്തായിരുന്നു. അപ്പോൾ തീ കത്തിക്കുമ്പോൾ കുറേ ഉണങ്ങിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ മരുന്നടിക്കാൻ മടി കാണിക്കുന്നത് കേട്ടോ. ഇത്തിരി അധ്വാനിച്ചാലും നമുക്ക് നമ്മുടെ പറമ്പ് പതുക്കെ വൃത്തിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ചേട്ടൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ പറിച്ച് ഇങ്ങനെ പുല്ല് മുളയ്ക്കണമൊന്നുമില്ല കേട്ടോ. നമ്മൾ പെരുമാറുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പറമ്പൊക്കെ വൃത്തിയാവുക, നമ്മുടെ കാൽപ്പെരുമാറ്റമൊക്കെ വരുന്നതിനനുസരിച്ച്. അപ്പോൾ അങ്ങനെ ഈ ഒരു മൂല അങ്ങനെ വൃത്തിയാക്കി എടുത്തു കേട്ടോ. ചേട്ടൻ മുന്നിൽ പുല്ല് പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് നോക്കാൻ പോയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വഴി ഉണ്ടാക്കിയില്ലേ, ആ ഭാഗത്തുനിന്ന് മാത്രമാണ് ആൾ പറിച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോന്നു, ബാക്കിയുള്ളതൊക്കെ അടിച്ചിട്ട് പിന്നെ എല്ലാതും കൂടി തീയിട്ടു. കുറേ തുണികളും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ എടുത്ത് തീയിട്ടു. പിന്നെ എൻ്റെ എഡിറ്റിങ്ങും കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ജോലികൾ തുടങ്ങി. അപ്പോൾ ഗോതമ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ,
4:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെയിലത്തിട്ടിട്ട് കാര്യമില്ലല്ലോ, അത് കാരണം ഞാൻ അകത്ത് തന്നെ വിരിച്ചിട്ടും വെച്ചാൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ മണം വരും, സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അത് കാരണം അകത്ത് തന്നെ വിരിച്ച് ഒരു ഫാൻ ഇട്ട് വെച്ചു. പിറ്റേ ദിവസം രാവിലെ വെയിലത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം 5-10 കിലോ ഉണ്ട്. അപ്പോൾ അതവിടെ ഇട്ടിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. പിന്നെ ചോറ് തിളപ്പിച്ച് ഊറ്റി വെച്ചു. ചോറിന് ഇഷ്ടം പോലെ ഉണ്ട്, വെച്ചത് അധികമായി തോന്നുന്നുണ്ട്. ചില ദിവസമൊക്കെ അങ്ങനെ പറ്റും കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഓരോന്നൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞ് അതൊക്കെ ക്ലീനാക്കി. പിന്നെ ഞാൻ പ്ലാസ്റ്റിക് പാത്രവും ചില്ല് പാത്രമൊക്കെ മാറ്റി വെച്ച് എല്ലാതും തേച്ച് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പാത്രം കഴുകി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചേട്ടൻ പാത്രം കഴുകി കുറേ സമയം പിടിക്കും. ഒരു പാത്രം തേച്ച് കഴുകി അവിടെ കൊണ്ടുപോയി കമഴ്ത്തി വെച്ച് അടുത്ത പാത്രം കഴുകി അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അത് കാരണം പാത്രം ഒന്നും കഴുകണ്ടെന്ന് ഞാൻ ചേട്ടനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാകുമ്പോൾ ഒരു 10 മിനിറ്റ് പരിപാടിയുള്ളൂ. ചേട്ടനാകുമ്പോൾ അത് 3/4 മണിക്കൂറത്തെ പരിപാടിയാണ് ഈ പാത്രം കഴുകൽ. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ട് കമഴ്ത്തി വയ്ക്കുക. തുണികൾ കഴുകലും പാത്രം കഴുകലും കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ വീട് വൃത്തിയാക്കി എടുക്കുള്ളൂ അല്ലേ. അത് പക്ഷേ ഒരു 1-1.5 പണിയാണ് താനും. ഇത് രണ്ടും അക്ഷയപാത്രം പോലെയാണ്, എത്ര എടുത്താലും കഴിയൂല, അങ്ങനെയാണ് അല്ലേ. എല്ലാവരുടെ അനുഭവം ഇതൊക്കെ തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം. പിന്നെ അതാ പിറ്റേ ദിവസത്തേക്കുള്ള ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ കറണ്ട് ചാർജ് ഇത്തിരി ഇങ്ങനെ കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് മുറ്റത്ത് തിളപ്പിച്ചിട്ട് അത് ആ ഇൻഡക്ഷനിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇതാ പപ്പടം കാച്ചൊന്നും പിന്നെ ചിക്കൻ കറിയിൽ ഒരു ഇത്തിരി ഉണ്ട്. ഇനി കറി വയ്ക്കാൻ എനിക്ക് മടിയായി കേട്ടോ, എത്രയും പണിയെടുത്തല്ല, എനിക്ക് മടി തോന്നി. അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള നമ്മുടെ വേലിച്ചീരൊക്കെ പറിച്ച് വെച്ചിട്ടില്ലേ, അതൊക്കെ ഒന്ന് അരിഞ്ഞ് പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. സൺഡേയിൽ നന്നായിട്ട് ജോലികൾ ചെയ്താൽ തിങ്കളാഴ്ച ജോലികൾ ചെയ്യാൻ വലിയ ഉഷാറുണ്ടാവില്ല. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാം ചെയ്ത് വയ്ക്കും പരമാവധി. അല്ലെങ്കിലും ഒരുവിധമൊക്കെ ചെയ്ത് വയ്ക്കും കേട്ടോ. ഞാൻ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ആ ടെൻഷൻ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുക്കി വെച്ചാലാണ്. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറേ ജോലിയാണെന്നൊന്നും തോന്നണ്ട, 10 മിനിറ്റ് മതി പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറി നമുക്ക് അരിഞ്ഞ് വയ്ക്കാനായിട്ട്. വലിയ സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞ് ബോക്സിലാക്കി വെച്ചു. പിന്നെ വാഴക്കുടപ്പൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഴക്കുടപ്പൻ്റെ എന്താ പറയുക, നമ്മൾ തേൻ കുടിക്കുന്ന ഈ സംഭവമില്ലേ, ഇതുകൊണ്ടൊരു സ്നാക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒന്നല്ല, വേറൊരു കുട്ടി ചെയ്യണത് കണ്ടു കേട്ടോ. അപ്പോൾ അതെനിക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ എടുത്ത് ഒരു ബോക്സിലാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കണില്ല, ഇന്ന് തന്നെ എല്ലാം കൂടി നടക്കില്ലല്ലോ. അപ്പോൾ അത് ബോക്സിലാക്കി ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമായാലും നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ വിടർത്തിയെടുത്ത് ബോക്സിലാക്കി വെച്ചു. പിന്നെ ഈ വാഴക്കുടപ്പനൊന്ന് അരിഞ്ഞ് ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിങ്ങാട്ട് സാധാരണ ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാറ്. ഇന്ന് പക്ഷേ ബോക്സിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ അതിന് കറുപ്പ് കളർ വരികയെ കറ അങ്ങനെ പിടിച്ച് നിൽക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബോക്സിലാക്കി ഇങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് അടച്ചു വെച്ചു. പക്ഷേ പിറ്റേ ദിവസം എടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ അതിൻ്റെ ഒരു നാര് പോലെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. വാഴനാരൊക്കെ കളയാറുണ്ട് കേട്ടോ, അമ്മയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ ആ ചിക്കൻ കറിയും ചോറൊക്കെ പകർത്തി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ, ഞാൻ ഈ ചിക്കൻ കറി ഇങ്ങോട്ട് വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ട്, ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ വെള്ള കണ്ടപ്പൻ ഈ ചിക്കൻ കറിയുടെ ഇത് ക്യാമറയിൽ വലുതായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ആ കൗണ്ടർ ടോപ്പിലേക്ക് 2 കൈ എടുത്ത് വെച്ചിട്ട് കരയാണ് കേട്ടോ. ആദ്യം എനിക്ക് മനസ്സിലായില്ല ചോറ് കിട്ടാനാന്നൊക്കെ വിചാരിച്ചു, പിന്നെയാണ് മനസ്സിലായത് അപ്പോൾ ഇത് കണ്ടിട്ടാണ് കരയണേന്ന്. ഞാൻ എന്തേലും ചോദിച്ചോടുകൂടി വേഗം പോയി പുറത്തായിരുന്നു കേട്ടോ. പിന്നെ ചോറ് ബാക്കിയുള്ളത് പകർത്തി ഫ്രിഡ്ജിലേക്ക് വെച്ചു. നാളികേരം കൂടിയും ചേട്ടൻ ചെരുകി തന്നിട്ടുണ്ടായിരുന്നു, അതും വെച്ചു. ചോറ് തിളപ്പിച്ച് ഇൻഡക്ഷനിൽ തെർമൽ കുക്കറിൽ വെച്ചു കേട്ടോ. അപ്പോൾ തെർമൽ കുക്കർ വർക്ക് ചെയ്യുന്നതാണോ ഇൻഡക്ഷൻ കുക്കർ എന്നാൽ ചോദിച്ചിരിക്കണ്. ഇൻഡക്ഷൻ കുക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ അത് അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിൽ അതിലെല്ലാതും സ്റ്റീൽ പാത്രങ്ങളാണ് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അടിയിൽ ഹോളുള്ള ഒരു പാത്രങ്ങളുണ്ടല്ലോ, അത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ഇടുക. തെർമൽ കുക്കർ ആണെങ്കിൽ, അതായത് നമ്മൾ ചോറ് വയ്ക്കണ പാത്രമില്ലേ, അതാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് പോയി നോക്കിയാൽ മതി. പിന്നെ ക്ലീനിങ് ചെയ്തു കേട്ടോ. ക്ലീനിങ് അപ്പോൾ എപ്പോഴും രാത്രിയാണ് നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ എളുപ്പം. നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒതുക്കി വെച്ചിട്ടല്ലേ. രാവിലെ നമ്മൾ പാചകം കഴിഞ്ഞിട്ടാവുമ്പോൾ നമ്മൾ ഈ തുടയ്ക്കുമ്പോൾ എന്തായാലും പല്ലിയൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ അതിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും ഫുഡിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ടാണ് നല്ല ഡീപ്പ് ക്ലീനിങ് ആയിട്ട് തുടയ്ക്കണ പരിപാടി ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സിങ്കൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി. ഇന്ന് എല്ലാ പണികളും കഴിഞ്ഞു. നല്ലൊരു എന്താ പറയുക, ഹാപ്പിയായി എന്ന് പറയാം. പിന്നെ ചേട്ടാ അതിലത്തെ വെള്ളം എടുത്ത കലത്തിലേക്കൊക്കെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് തേച്ച് കഴുകി വെച്ചു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വെള്ളം ഒഴിച്ച് വയ്ക്കുമ്പോൾ കഴുകാനും നിൽക്കണ്ടല്ലോ. പിന്നെ വെള്ളത്തിന് കളറുള്ള കാരണം നന്നായിട്ട് കഴുകണം എല്ലാതും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ അവിടെ വെച്ച് പിന്നെ തുടയ്ക്കലും വൃത്തിയാക്കലും അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടുക്കളയുടെ അടിഭാഗം കൂടിയും ഒന്ന് തുടച്ചിട്ടു കേട്ടോ. ഇതിലൊരു കുക്കുംബർ ജ്യൂസും കൂടിയും കാണിക്കുന്നുണ്ട് ഞാൻ.
അത് പിറ്റേ ദിവസം ഉണ്ടാക്കിയതാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു റെസിപ്പി ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലാത്ത പോലെയാണ്. കൂട്ടുകാർക്ക് ഉപകാരം ഇല്ലെങ്കിലോ അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് ഒരു റെസിപ്പിയും കാണിച്ചില്ലെങ്കിൽ. അപ്പോൾ അത് കാരണം അത് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി കുക്കുംബർ ജ്യൂസും കൂടി കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം വാതിലടച്ച് പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതാ ഒരു കുക്കുംബർ, ഒരു നാരങ്ങ ഒരെണ്ണം എടുത്തിട്ടില്ല, പകുതി എടുത്തിട്ടുള്ളൂ, വലിയ നാരങ്ങയായിരുന്നു. പിന്നെ കുഞ്ഞ് പീസ് ഇഞ്ചിയുടെ പീസും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര കേട്ടോ, പഞ്ചസാര ആവശ്യമുണ്ട്. പിന്നെ പുതിനയും ഇഞ്ചിയൊക്കെ ഇടുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടണത്. അപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. അതിൻ്റെ തോല് ചെത്താണ്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ തോല് ചെത്തുമ്പോഴാണ് തോല് ചെത്താണ്ടിരുന്ന എനിക്ക് എന്തോ ഒരു മനസ്സിന് പിടിക്കായിക. അപ്പോൾ അത് കാരണം ഞാൻ തോല് ചെത്തിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ചെറുതാക്കി അരിഞ്ഞ് മിക്സിയിലേക്ക് ഇട്ടുണ്ട്. ഇഞ്ചി, പുതിനയില, നാരങ്ങയില തന്നെ പിഴിഞ്ഞിട്ടും വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പിടാം. പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഹെൽത്തി ആയിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് മാത്രം ഇട്ടിട്ട്, നുള്ളുപ്പ് മാത്രം ഇട്ടിട്ട് കുടിക്കാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അരിച്ചെടുത്തില്ല കേട്ടോ. അരിച്ചിനി അതിൻ്റെ നാരുകൾ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ച് കുടിക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഞാൻ പറയില്ലേ പഞ്ചസാര ഇടാണ്ടിരുന്ന അടിപൊളി ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ജ്യൂസ് കുടിക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്നും ഇങ്ങനെ പഞ്ചസാര കോരിയിട്ടിട്ട് ജ്യൂസൊക്കെ കുടിച്ചാൽ നല്ലതല്ല. അപ്പോൾ കൂട്ടുകാരൊന്ന് കുക്കുംബർ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നാളെ രാവിലെ 9 മണിക്ക് കാണാം. ഓക്കേ.